ആർക്കാണ് ഇത്ര പെട്ടെന്ന് 14 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ്? 12 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിലേക്ക് നല്ല ആവശ്യമുണ്ടോ? അതെ, ആർക്കാണ് ഇത്ര ധൃതി? പക്ഷേ മനോരമയ്ക്ക് ഇപ്പോൾ അല്പം ധൃതി വന്നു തുടങ്ങിയിട്ടുണ്ട്. ആർക്കാണ് 12 മണിക്കൂറിൽ നിന്നും 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട കാര്യമെന്ന് ചോദിച്ചവരെ താങ്ങിയ അതേ മനോരമ ഇന്ന് ഫ്രണ്ട് പേജിൽ തന്നെ വേഗമില്ല പാതയുമില്ല എന്ന തലക്കെട്ടോടുകൂടി സിൽവർ ലൈനിന് ബദലായ പദ്ധതികളിൽ റെയിൽവേയും സർക്കാരും താല്പര്യമെടുക്കാത്തതോടെ കേരളത്തിന്റെ വേഗ റെയിൽ സ്വപ്നങ്ങൾ മങ്ങുന്നു എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ റെയിൽവേ ബ്രോഡ്ഗേജ് അടക്കം നിബന്ധനകൾ വെച്ചും കേരളത്തെ വട്ടം കറക്കാണ് കേന്ദ്രം. പദ്ധതിയുടെ നിലവിലെ DPRൽ സ്റ്റാൻഡേർഡ് ഗേജാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള പാതയിൽ 220 കിലോമീറ്റർ വേഗമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ബ്രോഡ്ഗേജിലേക്ക് മാറ്റി DPR സമർപ്പിക്കണമെന്ന് റെയിൽവേ നിർദ്ദേശം വെച്ചിരുന്നു. രാജ്യത്ത് ഇതുവരെ നടപ്പാക്കിയ ബ്രോഡ്ഗേജിൽ പരമാവധി 160 കിലോമീറ്ററാണ് വേഗം. യാത്ര ചരക്ക് ട്രെയിനുകൾ ഓടിക്കാൻ കഴിയും വിധം നിർമ്മിക്കണമെന്നുമാണ് റെയിൽവേയുടെ ആവശ്യം. കവച് പോലുള്ള സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ട്രെയിൻ ഓടിക്കാൻ കഴിയും എന്നും പറയുന്നു. കൂടാതെ 50 കിലോമീറ്ററെങ്കിലും ഈ പാത നിലവിലെ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി പോകണമെന്നും നിർദ്ദേശമുണ്ട്. ബ്രോഡ്ഗേജ് നിർമ്മിക്കണമെന്ന് കേന്ദ്രം വാശി പിടിക്കുന്നത് കേരളത്തിന്റെ ചിലവിൽ റെയിൽവേയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണെന്ന് ആക്ഷേപവുമുണ്ട്. മാത്രമല്ല, ബുള്ളറ്റ് ട്രെയിനുകൾ ഉൾപ്പെടെ ലോകത്ത് ഓടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലൂടെയാണ്. കേരളത്തിലെ റെയിൽവേ യാത്രാ ദുരിതം പരിഹരിക്കാൻ പുതിയ പാതയും ആവശ്യമാണ്. എന്നിട്ടും റെയിൽവേക്ക് കൊടുക്കേണ്ട മറുപടിയും പദ്ധതിയിൽ വ്യക്തതയും കൊടുത്തുകൊണ്ട് കാത്തിരിക്കുകയാണ് കേരള സർക്കാർ. കൂടാതെ സ്റ്റാൻഡേർഡ് ഗേജിൽ തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും വേഗപാത നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ ആവശ്യത്തിനും റെയിൽവേക്ക് മറുപടിയില്ല. ഇതൊക്കെ എങ്ങനെ ഉപേക്ഷയാകുമെന്ന് മനോരമ തന്നെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നാകും. ജമാഅത്തെ ഇസ്ലാമിയുടെയും UDFന്റെയും BJPയുടെയും നാവായിട്ടാണ് നാളിന്ന് വരെ സിൽവർ ലൈനെതിരെ വാർത്ത കൊടുത്തിരുന്നത്. അതേ മലയാള മനോരമ തന്നെ സിൽവർ ലൈനെ അംഗീകരിച്ചതിൽ എന്തായാലും സന്തോഷമുണ്ട്. അത്രത്തോളമാണ് മനോരമ സിൽവർ ലൈനെതിരെ എഴുതിയിരുന്നത്. നിന്ന നിൽപ്പിൽ നിറം മാറിയ മനോരമയെ കണ്ട് ഓന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്.